പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നാമനിർദ്ദേശ പത്രിക ഇതാ ഒടുവിൽ സ്വീകരിച്ചിരിക്കുന്നു. സതീശൻ ആസ്തി കുറച്ചു കാണിച്ചെന്ന LDFന്റെ പരാതിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. പത്രികയ്ക്കെതിരെ LDF നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി S സതീഷ് പറഞ്ഞു. അല്ല, പ്രതിപക്ഷ നേതാവിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് പരിശോധിച്ചാൽ ഇന്ന് കേരളത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണയുടെ ഒരാവർത്തനം തൻ്റെ നാമനിർദ്ദേശ പത്രികയ്ക്കകത്തും വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ നാമനിർദ്ദേശ പത്രികയുടെ ഭാഗമായി വലിയ തെറ്റുകളാണ്, വലിയ നുണകളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സത്യവാങ്മൂലത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 145 പവൻ സ്വർണം അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും പേരിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വില കണക്കാക്കിയിട്ടുള്ളൂ. മാർക്കറ്റ് വാല്യൂ കണക്കാക്കണം എന്ന് അതിൻ്റെ റൂൾസ് അനുസരിച്ച് നിലനിൽക്കുന്ന സമയത്ത് അതിൻ്റെ വില ഏതാണ്ട് 1 കോടിയിലേറെ തുക കുറച്ചാണ് കാണിച്ചിട്ടുള്ളത്. ഇതിനെ ശക്തമായി ഇന്ന് ഞങ്ങളവിടെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിൻ്റെ തുടർ നിയമപരമായ നടപടികൾ എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തുടർ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, ഏതായാലും പത്രിക ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ഈ നാമനിർദ്ദേശ പത്രികയിലും നുണയെന്നാണ് CPM പറയുന്നത്. പക്ഷേ അത്ര സൂക്ഷ്മതയില്ലാതെ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ, ഇത്രയധികം പാർലമെന്ററി അനുഭവങ്ങളുള്ള ഒരാൾ പത്രിക നൽകുമോ എന്നൊരു ചോദ്യവുമുണ്ടല്ലോ. തീർച്ചയായും വിനീത, എന്തായാലും ഭരണാധികാരി വിശദമായ പരിശോധനകൾക്ക് ശേഷം ഇപ്പോൾ വി ഡി സതീശന്റെ പത്രിക സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടെ പറവൂരിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുമ്പോഴാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രതിനിധി ഇത്തരത്തിൽ ചില പിശകുകൾ ഈ പത്രികയിലുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. 4 പ്രധാനപ്പെട്ട അപാകതകളാണ് അവർ ആരോപണമായി ചൂണ്ടിക്കാട്ടിയത്. അതിലൊന്ന്, ആസ്തി കുറച്ചു കാണിച്ചു, വരുമാന സ്രോതസ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തുക എത്ര എന്ന് കാണിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അഭിഭാഷകനാണ് എന്ന് വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രികയിൽ പറയുന്നുണ്ട്. പക്ഷേ അതിലൂടെ ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ല എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ ഔദ്യോഗിക വാഹനത്തിന് പിഴയുണ്ടായിട്ടുണ്ട്, ഇത് ഈടാക്കിയിട്ടില്ല, അത് അടച്ചിട്ടില്ല എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇതിന് വിശദീകരണമായി UDF നൽകിയിരിക്കുന്നത് ഇത് ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള വാഹനമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ടൂറിസം ഡയറക്ടർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അപാകതകളുമില്ല, യാതൊരു പിഴയും ബാക്കിയില്ല എന്ന കാര്യത്തിൽ ഒരു NOC നൽകിയിട്ടുണ്ട്, ആ രേഖകളടക്കം സമർപ്പിച്ചിട്ടുണ്ട് എന്ന വാദമാണ് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ സ്വർണത്തിന്റെ ആസ്തി കുറച്ചു കാണിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇതെല്ലാം തന്നെ രേഖാമൂലം എഴുതി നൽകാൻ ഇരു കൂട്ടരോടും ഭരണാധികാരി ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പത്രിക സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഭരണാധികാരി പക്ഷപാതിത്വപരമായി പെരുമാറി നടപടി സ്വീകരിച്ചു എന്നതാണ് LDFന്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും തിരഞ്ഞെടുപ്പിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്